ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ടൊരു ഡിന്നർ തയ്യാറാക്കിയാലോ. ഈ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഇറ്റാലിയൻ ഡിന്നറൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യല്ലേ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം. ഞാനിവിടെ ഒരു 3 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യല്, എന്നാൽ ഒരുപാട് അങ്ങ് വലുപ്പത്തിലും കട്ട് ചെയ്യരുത്. ഈ ഒരു വലുപ്പത്തിലേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് ഒന്നിട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ബട്ടർ ചേർത്ത് കൊടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടറാണ്, അതുകൊണ്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ ഈ ഒരു ടൈമിൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാര്യം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുക. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടറിനെക്കാട്ടി ഏറ്റവും നല്ലത് നെയ്യ് തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്, കുറേ സമയം ക്രിസ്പി ആയിട്ടിരിക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നെയ്യ് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തീ കുറച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഡിന്നറിന് മാത്രം കഴിക്കാനായിട്ടുള്ളതല്ല കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കാം. അതുമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ ഇതങ്ങ് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയും ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. എണ്ണയോ അതോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക, അതല്ല വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കല്ലേ. അപ്പോൾ അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ മൈദാപ്പൊടിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വേണ്ട, 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നും കൂടി ആ വെളുത്തുള്ളി ചേർത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണമാണ്. ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, ഇപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇതുപോലെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു പീസ് സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്.
ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കല്ല, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയപ്പോൾ ഇതങ്ങ് ഒരുപാട് അങ്ങ് കുറുകിപ്പോയി. ഇത്രയും അങ്ങ് കുറുകി പോകേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാൽ 3/4 ഗ്ലാസ് പാലാണ് എടുത്തിരുന്നത്. അതിൽ കുറച്ച് മാത്രമേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി കുറേശ്ശെയായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കുകയാണ്. പിന്നെ ഇത് ഒരുപാട് അങ്ങ് കുറുകി പോകാനും പാടില്ല, പിന്നെ ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവേ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിൽ ബാലൻസ് വരികയാണെങ്കിൽ കളയരുത്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ഇതുപോലെ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിൽ മുക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഷ്ണം മാത്രം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കുക കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഫ്രഷായിട്ട് ചൂടോടുകൂടി കഴിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ ഞാനൊരെണ്ണം ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ചെയ്ത് ഉണ്ടാക്കാനായിട്ട്, വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണിത്. അപ്പോൾ എനിക്കിതൊരു വളരെ ഹാപ്പിയുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഒരുപാട് പേരുള്ളത്. എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ നൽകി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ കൂടിയാണ് ഇന്ന് ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ലാസ്റ്റ് പറയാമെന്ന് വെച്ചത്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മുന്നോട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.